നമ്മുടെ അടുക്കളത്തോട്ടത്തിലെ കുക്കുംബർ നിറച്ച് കായ്ക്കാനായി ഞാൻ ചെയ്യുന്ന ഒരു കുറുക്കുവഴി നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതിനായി എല്ലാവർക്കും അന്ന ഓർഗാനിക് ഫാമിലേക്ക് സ്വാഗതം. കുക്കുംബറിൽ 95% വെള്ളമാണ് അടങ്ങിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ വൈറ്റമിൻ സി, വൈറ്റമിൻ ബി, വൈറ്റമിൻ കെ എന്നിവയുടെ കലവറയാണ്. മഗ്നീഷ്യം, പൊട്ടാസ്യം ഇവയും ഇതിലടങ്ങിയിരിക്കുന്നു. കാലറി വളരെ കുറവായതിനാൽ വെയിറ്റ് കുറയ്ക്കാൻ ശ്രമിക്കുന്നവർക്ക് ഭക്ഷണത്തിന് മുമ്പായി ഇത് കഴിക്കുന്നത് വളരെയധികം പ്രയോജനപ്പെടും. ഫൈബർ റിച്ച് ആയതിനാൽ മലബന്ധത്തെ തടുക്കാനും ഇവ സഹായിക്കുന്നു. ഞാൻ ഉപയോഗിക്കുന്ന ടിപ്സ് പറഞ്ഞു തരാം. ഇത് ഈസ്റ്റാണ്. നമ്മുടെ അടുക്കളയിൽ ബാക്കി വരുന്ന ഈസ്റ്റ് എടുക്കുക. 1 സ്പൂൺ ഈസ്റ്റ് എടുക്കുക. അതോടൊപ്പം തന്നെ 1 സ്പൂൺ പഞ്ചസാരയും നമ്മൾ ചേർക്കുക. അതിലേക്ക് 1 കപ്പ് വെള്ളം ആഡ് ചെയ്ത് നമ്മൾ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് ഒരു 6 hours ഓവർനൈറ്റ് പുളിപ്പിക്കാൻ വയ്ക്കുക. അതിനുശേഷം 10 ഇരട്ടി വെള്ളം നേർപ്പിച്ച് ഇത് ചെടികളുടെ ചുവട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഈസ്റ്റ് ഒരു മിത്രകുമിളായി ആക്ട് ചെയ്യുകയും വേരുകളെ ബലപ്പെടുത്തുകയും നിറച്ച് പൂവിടാൻ വെള്ളരിയെ സഹായിക്കുകയും ചെയ്യുന്നു. ഇത് ഇന്നലെ നമ്മൾ അതുപോലെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈസ്റ്റാണ്. ഈസ്റ്റും പഞ്ചസാരയും ചേർത്ത് പുളിപ്പിച്ച് എടുത്ത് വെച്ചിരിക്കുന്നതാണ്. ഇത് നമ്മൾ ഒരു ബക്കറ്റിലേക്ക് ഒഴിക്കുന്നു. 10 ഇരട്ടിയായി നേർപ്പിച്ചെടുക്കുന്നു. അതിനുശേഷം നമ്മുടെ വെള്ളരികളുടെ എല്ലാം ചുവട്ടിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നു. ബക്കറ്റിലേക്ക് അത് ഒഴിക്കുക. 10 കപ്പ്, ആ കപ്പിൽ തന്നെ നമ്മളൊരു 10 കപ്പ് വെള്ളം കൂടി അളന്ന് ചേർക്കുക. അതുപോലെ തന്നെ നനയ്ക്കൽ വളരെ അത്യാവശ്യമുള്ളൊരു ചെടിയാണ് വെള്ളരി. ദിവസവും 2 നേരം നമ്മൾ വെള്ളരിയുടെ ചുവട്ടിൽ നനച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കണം. നന കുറഞ്ഞു കഴിഞ്ഞാൽ വെള്ളരിക്ക കഴിക്കുവാനുള്ള സാധ്യതയുണ്ട്. നമ്മുടെ ഈസ്റ്റിൻ്റെ മിശ്രിതം റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ വെള്ളരിയുടെ ചുവട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഓരോ വെള്ളരിയുടെയും ചുവട്ടിലേക്ക് നമ്മൾ 1 കപ്പ് വെച്ച് ഒഴിച്ചു കൊടുക്കുന്നു. ഇത്തിരി ഡൈലൂഷൻ കൂടിപ്പോയാൽ കുഴപ്പമൊന്നുമില്ല, അതിന് ദോഷമൊന്നും ചെയ്യത്തില്ല. വെള്ളരി ചെടികൾ നട്ട് കഴിഞ്ഞാൽ 3 പരുവമാവുമ്പോൾ തന്നെ നമ്മൾ വളം ഇട്ട് കൊടുക്കേണ്ടതാണ്. അതിനുശേഷം വള്ളി വീശുമ്പോൾ അടുത്ത വളം ഇട്ട് കൊടുക്കണം. പിന്നെ പൂവിടുമ്പോൾ അതിനുശേഷം ഓരോ വിളവെടുപ്പിന് ശേഷവും നമ്മൾ എന്തെങ്കിലും ജൈവവളം ചെടികളുടെ ചുവട്ടിൽ കൊടുക്കേണ്ടതാണ്. എല്ലാ ആഴ്ചയും ജൈവ സ്ലറി നേർപ്പിച്ച് ഒഴിച്ചു കൊടുക്കുക. അതോടൊപ്പം തന്നെ ചാണക വളങ്ങളോ കമ്പോസ്റ്റ് വളങ്ങളോ കൊടുക്കേണ്ടതാണ്. ചെടിയുടെ ചുവട്ടിൽ നല്ല രീതിയിൽ പുതയിട്ട് കൊടുക്കേണ്ടതാണ്. എപ്പോഴും ചെടിയുടെ ചുവട്ടിൽ ഈർപ്പം നിലനിർത്തണം. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും സ്യൂഡോമോണാസ് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന അനുപാതത്തിൽ തയ്യാറാക്കിയ മിശ്രിതം ഒഴിച്ചു കൊടുക്കുക. അതോടൊപ്പം ബിവേറിയ ആഴ്ചയിൽ ഒരിക്കൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക. വേപ്പെണ്ണ, വെളുത്തുള്ളി, സോപ്പ് മിശ്രിതങ്ങളും ആഴ്ചയിൽ ഒരിക്കൽ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഇത് കീടങ്ങളിൽ നിന്നും സംരക്ഷണം ലഭിക്കാൻ വെള്ളരിയെ സഹായിക്കുന്നു. 1 കപ്പ് പുളിപ്പിച്ച കഞ്ഞിവെള്ളത്തിൽ 1 സ്പൂൺ ചാരം ചേർത്ത് മിക്സ് ചെയ്ത് ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുന്നതും അതോടൊപ്പം ഇലകളിൽ തളിച്ചു കൊടുക്കുന്നതും നിറച്ച് കുക്കുംബർ ഉണ്ടാകാൻ സഹായിക്കുന്നു. ഇത് പൊട്ടാസ്യം റിച്ച് ആയതിനാൽ കായ്കൾക്ക് വലിപ്പം വയ്ക്കുവാനും സഹായിക്കുന്നു.